സഹൃദയ ശ്രോതാക്കൾ, വിശാലമായ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് തിരിച്ചു വരാം. പരിശുദ്ധമായ ഇസ്ലാം ദീൻ അതിന്റെ കൃത്യമായ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ദിനരാത്രങ്ങൾ യാത്ര ചോദിക്കുമ്പോൾ ഇന്ന് ലോകത്തെമ്പാടും അന്ന് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ബദരീങ്ങളുടെ പേര് അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഈ ബദർ അനുസ്മരണം ഇവിടെ ഒരു പറ്റം ചെറുപ്പക്കാര് യുവാക്കളാണ് ഇതിവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഏതായിരുന്നാലും സുന്നത്ത് ജമാഅത്തിന്റെയും ഇസ്ലാമിന്റെയും തത്വസംഹിതകൾ അതിന്റെ തനതായ ശൈലിയിലും രൂപത്തിലും ഭാവത്തിലും ആ കാലഘട്ടത്തിൽ തന്നെ ഈ കൊച്ചു കേരളത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ആനുകാലിക സാഹചര്യത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ തരത്തിലേക്ക് നമ്മുടെ ഈ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോമ്പിന്റെ ഈ പരിശുദ്ധമായ റമദാൻ മാസം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങ് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 5 പേരെ കൊല ചെയ്തിട്ടായിരുന്നു. അതുപോലെ തന്നെ തന്റെ ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാവിനെ ജന്മം കൊടുത്ത തെറ്റായി പോയി എന്നുള്ളതിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കിയ മക്കളെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ അടുത്ത് സഹപാഠിയോട് ഏത് രൂപത്തിലാണ് സഹപാഠിയോട് പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും കാറ്റിൽ പറത്തിയിട്ട് കൂടെ പരീക്ഷ എഴുതേണ്ട സഹബാസ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി ഈ ലോകത്തോട് യാത്ര ചോദിച്ചപ്പോ ഇതിന്റെ പിന്നിലൊക്കെ ആനുകാലിക സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തീർത്തും ലഹരി വ്യാപനമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർത്തും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇതിലേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർത്തും ഒരു വിചിന്തനം നടത്തി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമാണെന്നാണ് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പിന്നെ നേരത്തെ ആളുകൾ പറഞ്ഞതുപോലെ, പഴയ ആളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ കൂട്ടം തെറ്റിയ ആട്ടിൻ പറ്റങ്ങളെയാണ് ചെന്നായി പിടിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും കൂട്ടം തെറ്റി പോയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, സുഹൃത്തുക്കളോട്, കാരണവന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഏതെങ്കിലും ഒരാൾ നമ്മൾ നിന്ന് കൂട്ടം തെറ്റിപ്പോയാൽ അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നാട്ടിൽ ഈ അങ്ങാടിയിലൂടെ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും മോശമായ തരത്തിൽ നമ്മൾ കണ്ടാൽ അത് എന്റെ വീട്ടിലുള്ളതല്ല, അതല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന, അവരെ ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയാൽ ആ ഒരു സങ്കുചിതത്വത്തോട് മുഖം തിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ കുട്ടികളാണ് നാളെയുടെ വാക്താക്കളാവേണ്ടത്. ഈ കുട്ടികളാണ് നമ്മുടെ നാടിന് ഒരുപാട് മുതൽക്കൂട്ടാവേണ്ടത്. അതുപോലെ തന്നെ ആ കുട്ടികൾ വളരെ നല്ല രീതിയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാടിനെ എവിടെയും ചെന്നിട്ട് നമ്മൾ ഈ നാട്ടുകാരനാണെന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമാണ് എന്നും കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. ഏതായിരുന്നാലും വിശാലമായ ഒരു സംസാരത്തിന്റെ സമയമല്ല. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളെ ഈ വ്യാപനത്തെ തടയാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുട്ടി ആരുടെ കൂടെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഏത് സമയത്താണ് വീട്ടിലേക്ക് കയറി വരുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ പറഞ്ഞത്, എന്റെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ വാതിലടിച്ച് ചാവി പുറത്തു വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞത്, നിങ്ങൾ വന്ന് വാതിൽ തുറന്ന് കയറുകയല്ല, ഞാൻ വാതിൽ തുറന്ന് വരും, എന്നെ വിളിച്ചാൽ മതി എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ വളരെ കർക്കശമായ രൂപത്തിലേക്ക് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മോചനമുണ്ടാവൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിത